നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി മനോജ് തിവാരി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പണത്തിന് മുന്നോടിയായി ഇപ്പോൾ റോഡ് ഷോയും പുരോഗമിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ഗൗതമാനന്ദ നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി മനോജ് തിവാരി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പടുകൂറ്റൻ റോഡ് ഷോയാണ് തൻ്റെ മണ്ഡലത്തിൽ നടത്തുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം മുഖ്യ വരണാധികാരിക്ക് മുന്നിൽ ഈ പത്രിക സമർപ്പിക്കുന്നതിനായി പോകുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, രാജ്നാഥ് സിംഗ് കേന്ദ്ര പ്രതിരോധ മന്ത്രിയും ബി.ജെ.പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗാണ് മനോജ് തിവാരിക്കൊപ്പം അദ്ദേഹത്തിനൊപ്പം അലങ്കരിച്ച വാഹനത്തിൽ നമുക്ക് രാജ്നാഥ് സിംഗിനെ കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പതിനായിരങ്ങളാണ് രാജ്നാഥ് സിംഗിനെയും അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ സിറ്റിംഗ് എം.പിയും ബി.ജെ.പി. നേതാവും ചലച്ചിത്ര താരവും ഒക്കെ ആയിട്ടുള്ള മനോജ് തിവാരിയെ കാണുന്നതിനായി റോഡിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്നു. വാഹനത്തിന് മുൻപിലും പിന്നിലുമായി ആയിരക്കണക്കിന് ബി.ജെ.പി. പ്രവർത്തകർ ഈ നേതാക്കളെ അനുഗമിക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 7 സീറ്റും നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. 2014-ലും 19-ലും രാജ്യ തലസ്ഥാനത്തുള്ള 7 മണ്ഡലങ്ങളിലും മിന്നുന്ന വിജയമാണ് ബി.ജെ.പി. നേടിയത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ലക്ഷ്യം എന്നത് 400 പാർ എന്നതാണ്. 400-ന് മുകളിൽ സീറ്റുകൾ നേടിക്കൊണ്ട് ആധികാരികമായ വിജയം ഒരിക്കൽ കൂടി നേടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിനാൽ രാജ്യ തലസ്ഥാനത്തും കഴിഞ്ഞ തവണയും 2014-ലും സമാനമായ രീതിയിൽ മുഴുവൻ മണ്ഡലങ്ങളിലും ഐതിഹാസികമായ വിജയം തന്നെയാണ് നരേന്ദ്രമോദിയും ബി.ജെ.പിയും ലക്ഷ്യമിടുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും റോഡ് ഷോകളിലൊക്കെ കാണുന്ന വലിയ ജനക്കൂട്ടം അത് ബി.ജെ.പിക്ക് ആത്മവിശ്വാസം പകർന്നു. ഇന്നലെ ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ബൻസൂരി സ്വരാജ്, സുഷമ സ്വരാജിന്റെ മകളാണ് അവിടെ ബി.ജെ.പിയുടെ കാൻഡിഡേറ്റ്. ഇന്നലെ ബൻസൂരി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ടുള്ള മനോജ് തിവാരിയും തന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതമാനന്ദ നാരായണൻ, ജനം.